ഷൈൻ ടോം ചാക്കോ മലയാള സിനിമയിലെ തിരക്കേടില്ലാത്തൊരു സഹനടനാണ്. അത്യാവശ്യം സിനിമകളുണ്ട്. സിനിമാഭിനയം കാണുമ്പോൾ എനിക്ക് ഫിലിം സ്ക്രീനിൽ കാണുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിന് പുറത്തുള്ള ഇന്റർവ്യൂസും അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തൊക്കെ ഒരു അബനോർമാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. പഴയ കാലത്തെ പല മഹാന്മാരായ നടന്മാരെ പറ്റി നമുക്ക് ആരാധന തോന്നിയിട്ടുള്ള പല നടന്മാരെ പറ്റിയും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ ഇതിങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് അഭിനയമൊക്കെ കൊള്ളാം, പക്ഷെ പുള്ളി ഭയങ്കര വെള്ളമാണെന്നാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര കഞ്ചാവാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും നെറ്റി ചുളിയാറുണ്ട്. ഇതൊക്കെ ശരിയാണ്, വെറുതെ അടിച്ചു വിടുന്നതാണോ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് അത്തരത്തിൽ ഇയാളൊരു കഞ്ചാവാണ്, സ്ഥിരം മയക്കുമരുന്നിന് അടിമയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഞാനെന്നല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആരും അതിനെ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സംശയം അതിനെതിരെ പ്രകടിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളത്തെ ഒരു ഹോട്ടലിൽ രാത്രി അദ്ദേഹം താമസിക്കുന്ന 3-ാം നിലയിലെ മുറിയുടെ ജനലിൽ നിന്ന് കൂടി 2-ാം നിലയിലേക്ക് ചാടുന്നു. 2-ാം നിലയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. അതിനുശേഷം ഓടി രക്ഷപ്പെടുന്നു. രസകരമായൊരു വീഡിയോ, അത് വൈറലായ ഒരു വീഡിയോയാണ്. അപ്പോൾ സംഭവം ഡൻസാഫ് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, അത് പോലീസിലെ തന്നെ ചുണക്കുട്ടന്മാരായ ഒരു വിഭാഗമാണ്. ഈ മയക്കുമരുന്ന് അവർക്കെതിരെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ട് പ്ലെയിൻ ക്ലോത്തിലൊക്കെ പോയിട്ട് അവരെ പിടിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസിന്റെ. അവർക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നതാണ്. സംഭവം അവരെ കണ്ടിട്ട് അവർക്ക് പിടികൊടുക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെ ഓടിപ്പോയ ഷൈൻ പിറ്റേ ദിവസം പറയുന്നത് എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തെ ആക്രമിക്കാൻ ഏതോ ഗുണ്ടകൾ ഹോട്ടലിലേക്ക് വരുന്നു, അവരെ കണ്ട് പേടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതാണെന്ന്. സാധാരണ രീതിയിൽ ആവറേജ് ബുദ്ധിയുള്ള ഒരാൾ അത്തരത്തിലൊരു ആക്രമണം തനിക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നേരെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയും, അല്ലേ? പക്ഷെ ഇദ്ദേഹം ഓടി തമിഴ്നാട് വരെ എത്തിയെന്നും അവിടെ 2 ദിവസം പേടിച്ച് ഒളിവിൽ കഴിഞ്ഞെന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്ന വിരുദ്ധന്മാര് പിടികൊടുക്കാതെ വിട്ടുപോകും. മിക്കവാറും അവർക്ക് കിട്ടുന്ന നിയമോപദേശം 2 ദിവസം കഴിഞ്ഞിട്ട് പോലീസിന്റെ അടുത്ത് ചെന്നാൽ മതി എന്ന്. അപ്പോഴേക്കും നമുക്ക് ബ്ലഡ് സാമ്പിളോ യൂറിൻ സാമ്പിളോ ഒക്കെ എടുത്തിട്ട് അവർ വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള സാധ്യതകൾ മങ്ങിപ്പോകും. അപ്പൊ പിന്നെ അവർ ആ ഉണ്ടാക്കിയ പർട്ടിക്കുലർ ഇൻസിഡന്റിന് മാത്രം സാധാരണ ആൾക്കാരെ പോലെ ശിക്ഷിക്കപ്പെടും. അത് സ്ഥിരമായിട്ട് പ്രതികൾ ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയില്ല, ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി പോലീസ് 4 മണിക്കൂറോളം ചോദ്യം ചെയ്തെന്നും NDPS ആക്ടിന്റെ 27-29 സെക്ഷനുകളിട്ട് കേസെടുത്തെന്നും പിന്നീട് അയാളെ ജാമ്യത്തിൽ വിട്ടെന്ന് നോക്കി നമുക്ക് പത്രത്തിലൂടെ വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞപ്പോൾ അത് ശരിയാണോ, പോലീസ് അയാൾക്ക് അവർക്ക് എന്തോ ഒരു സൗകര്യം ചെയ്തു കൊടുത്ത പോലെയൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അയാള് മയക്കുമരുന്ന് കൺസ്യൂം ചെയ്തു എന്നുള്ളൊരു ഇതിലാണ് 27 ഇടുന്നത്. അതോടൊപ്പം തന്നെ ക്രിമിനൽ കോൺസ്പിറസി, അബറ്റ്മെന്റ്, പ്രേരണാ കുറ്റം, കുറ്റകരമായ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ നമുക്ക് പിന്നീട് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് പോലീസിന്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ തൽക്കാലം പോലീസിന് ഇത്ര ഇടാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പിന്നീട് ചിലപ്പോൾ ഇയാളുടെ കയ്യിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി മയക്കുമരുന്ന് ഉണ്ടായിരുന്നു തെളിയിക്കാൻ കഴിഞ്ഞാൽ, അവിടെ അത്തരത്തിലൊരു ട്രേഡ് നടന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ ഇയാളത് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ പോലീസിന് കൈയോടെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാടി രക്ഷപ്പെട്ടതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ഇയാളെ സഹായിക്കാനായിട്ടോ അവിടുത്തെ ഹോട്ടൽ സ്റ്റാഫ് ചിലപ്പോൾ പോലീസിന്റെ പ്രസൻസ് കണ്ടിട്ട് സീക്രട്ടായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ, അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അതനുസരിച്ചുള്ള വകുപ്പുകൾ ഇതിനകത്തേക്ക് വരും. അയാൾ വീണ്ടും ചിലപ്പോൾ നോൺ ബെയിലബിൾ സെക്ഷനുകൾ വന്നു കഴിഞ്ഞാൽ അകത്ത് പോകും. അതത്രേ ഉള്ളൂ. പിടിക്കാനും കേസെടുക്കാനും ഒക്കെ പോലീസിന് പറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്താനും പോലീസിന് കഴിയും. അപ്പോൾ പക്ഷേ എന്ന് വിചാരിച്ച് ഷൈൻ ഈ കേസിൽ പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ പോലീസ് ഇയാളെ സഹായിച്ചു എന്നുള്ള രീതിയിലുള്ള മാധ്യമങ്ങളുടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കും അടിസ്ഥാനമില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഒരുപക്ഷെ ഷൈൻ വിശ്വസിക്കുന്നുണ്ടാകാം 2015 അയാളെ കൈയോടെ പിടികൂടിയ കൊക്കൈൻ കേസിൽ ആളെ കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കി. കൂടെ ഉണ്ടായിരുന്ന 4 പെണ്ണുങ്ങളും 2 നീഗ്രോസും ഒക്കെ ആയിട്ടാണ് പിടികൂടിയത്. കൈയോടെ പിടിച്ചതാണ്. 7 ഗ്രാം കൊക്കൈൻ 1-ാം പ്രതിയായ പെണ്ണിന്റെ പോക്കറ്റിൽ നിന്ന് അന്ന് റിക്കവറി നടത്തിയായിരുന്നു. പക്ഷേ പോലീസിന് വന്ന ചില നടപടിക്രമങ്ങളിലെ ചില പാളിച്ചകൾ മൂലം ആ കേസ് വിട്ടുപോയി. ഒരു ഗസ്റ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകണം ഒരു ബോഡി സെർച്ച് നടത്തുമ്പോൾ. അത് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതൊരാണായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സ്ത്രീയുടെ ദേഹപരിശോധന നടത്തുമ്പോൾ സ്ത്രീ ആയിട്ടുള്ള ഗസ്റ്റഡ് ഓഫീസർ തന്നെ വേണമെന്നാണ്. അപ്പോൾ സ്ത്രീകൾക്കുള്ള പരിരക്ഷ കൊടുക്കാതെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ റൂമിൽ കയറ്റി സ്ത്രീകളുടെ ബോഡി സെർച്ച് നടത്തുന്നു. അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള
ഒരു പുരുഷ ഗസ്റ്റഡ് ഓഫീസർക്ക് അകത്ത് കയറി ഇത് കാണാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ വന്ന പാളിച്ചകൾ കൊണ്ടാണ് ഈ കേസ് വിട്ടുപോയത്. അത് പക്ഷേ ഷൈൻ ടോം ചാക്കോ വിചാരിക്കുന്നത് പോലെ ഈ NDPS കേസുകൾ ഏത് പിടിച്ചു കഴിഞ്ഞാലും ഇനി പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതുപോലുള്ള ടെക്നിക്കൽ എറേഴ്സ് കാണിച്ചിട്ട് തനിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ളൊരു അഹങ്കാരം ചിലപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാകും. ഏതായാലും പൊതുസമൂഹം മൊത്തത്തിലും സർക്കാരും ഞങ്ങൾ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ ഒരു കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. അപ്പം അങ്ങനെ പോകുന്നൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഉള്ള വ്യക്തികൾ മറ്റൊരു മെസ്സേജ് കൊടുക്കാൻ, സമൂഹത്തിന് മറ്റൊരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഉണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ അറിവുകളും വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരും. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.